ഹിന്ദുസ്ഥാൻ ടി വിയിലേക്ക് സ്വാഗതം. മലയാളികൾ ഏറെ ഗൃഹാതുര സ്മൃതികളോടെ നെഞ്ചിലേറ്റുന്ന തിരുവാതിര ഞാറ്റുവേല ഇതാ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഇക്കൊല്ലത്തെ തിരുവാതിര ഞാറ്റുവേല ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയാണ്. കൃത്യമായി പറഞ്ഞാൽ 2026 ജൂൺ 22 ഉച്ചയ്ക്ക് 12:25 തിരുവാതിര ഞാറ്റുവേല ആരംഭിക്കുന്നു. ജൂലൈ 6 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:04 ഈ കൊല്ലത്തെ തിരുവാതിര ഞാറ്റുവേല കഴിയുകയും ചെയ്യും. അടുത്ത ഞാറ്റുവേല അന്ന് ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ജൂൺ 22 മുതൽ ജൂലൈ 6 വരെ ഉള്ള 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. തിരുവാതിര ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക മഴയും കൃഷിയുമൊക്കെയാണ്. നമ്മുടെ പഴഞ്ചൊല്ലുകളിലും പാട്ടുകളിലും നാടൻ പാട്ടുകളിലും സിനിമാ ഗാനങ്ങളിലും കഥകളിലും നോവലുകളിലും എല്ലാം തിരുവാതിര ഞാറ്റുവേലയുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഞാറ്റുവേലയെക്കുറിച്ച് പഴഞ്ചൊല്ലുകൾ ധാരാളമുണ്ട്. അത്രക്കേറെ മലയാളികൾ തിരുവാതിര ഞാറ്റുവേലയെ ഉള്ളിൽ സ്വീകരിച്ചിരിക്കുന്നു, ഉള്ളിലെടുത്തിരിക്കുന്നു, നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്നർത്ഥം. ഈ സാഹചര്യത്തിൽ എന്താണ് ഞാറ്റുവേല, എന്താണ് തിരുവാതിര ഞാറ്റുവേല എന്നെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തിരുവാതിര ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഗൃഹാതുര സ്മൃതിയുടെ വേളയാണ്. നമ്മുടെ കവി ഒ.എൻ. വി. കുറുപ്പ് ഞാറ്റുവേല കിളിയെ നീ പാട്ടുപാടി വരുമോ എന്ന് ചോദിച്ചത് ആ ഞാറ്റുവേല കിളിയോട് ചോദിച്ചു. അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്ന ചോദ്യമാണ്. ഞാറ്റുവേലക്കിളിയെ നീ വീണ്ടും വീണ്ടും വരുമോ, നീ വീണ്ടും വീണ്ടും പാട്ടുപാടി വരുമോ എന്ന്. അങ്ങനെ ഞാറ്റുവേലക്കിളി പാട്ടുപാടി വന്നിരിക്കുകയാണിപ്പോൾ ഈ തിരുവാതിര ഞാറ്റുവേലയിൽ. യഥാർത്ഥത്തിൽ ഞാറ്റുവേല എന്നാൽ തിരുവാതിര ഞാറ്റുവേല മാത്രമല്ല, കൊല്ലത്തിൽ എല്ലാ ദിവസവും ഞാറ്റുവേലയുണ്ട്. ആ ഞാറ്റുവേലകളിലെ രാജാവാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് മാത്രം. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങളിലും പേരിലാണ് ഞാറ്റുവേലകൾ അറിയപ്പെടുന്നത്. ഇത് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. ഞാറ്റുവേല എല്ലാ ദിവസവും ഉണ്ടെന്നർത്ഥം. വർഷത്തിൽ എല്ലാ ദിവസവും ഉള്ളതാണ് ഞാറ്റുവേല. അതിൽ തിരുവാതിര ഞാറ്റുവേലയാണ് നമ്മൾ ഏറെ ആഘോഷിക്കുന്നത്. ഞാറ്റുവേല ചന്തകളായും ഞാറ്റുവേല കൃഷികളായും ഞാറ്റുവേല സെമിനാറുകളായും എല്ലാം നമ്മൾ ആഘോഷിക്കുന്നത് തിരുവാതിര ഞാറ്റുവേലയാണെന്ന് മാത്രം. അതെന്തുകൊണ്ട് എന്നുകൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഞാറ്റുവേലകളെ അടിസ്ഥാനമാക്കിയായിരുന്നു പണ്ടൊക്കെ മലയാളികൾ അവൻ്റെ ജീവിതം തന്നെ ചിട്ടപ്പെടുത്തിയിരുന്നത്. കൃഷി മാത്രമല്ല, ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഞാറ്റുവേലയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിരുന്നു. പ്രധാന തൊഴിൽ കൃഷിയായിരുന്നുകൊണ്ട് കൃഷി മുഴുവൻ ചിട്ടപ്പെടുത്തിയിരുന്നത് ഞാറ്റുവേലയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത്രയേറെ പ്രാധാന്യമുണ്ട് ഞാറ്റുവേലയ്ക്ക് എന്നർത്ഥം മലയാളിയുടെ ജീവിതത്തിൽ. ഈ ഞാറ്റുവേല എന്താണ് ഞാറ്റുവേല എന്നറിയുന്നതിന് മുമ്പ് നമുക്ക് ഞാറ്റുവേല എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഞാറ്റുവേല എന്നാൽ ഞായറിൻ്റെ വേലയാണ്. ഞായർ എന്നാൽ സൂര്യൻ്റെ വേല അല്ലെങ്കിൽ സൂര്യൻ്റെ വേള. ഞാറ്റുവേളയാണ് ഞാറ്റുവേലയായതെന്ന് പറയും. അങ്ങനെ സൂര്യൻ്റെ വേളയാണ് ഞാറ്റുവേല, സൂര്യൻ്റെ സമയമാണ് ഞാറ്റുവേല എന്നർത്ഥം. അല്ലെങ്കിൽ സൂര്യൻ്റെ വേല, സൂര്യൻ്റെ പ്രവർത്തനമാണ് ഞാറ്റുവേല. ഏതായാലും ഞാറ്റുവേലയും സൂര്യനും തമ്മിൽ ബന്ധമുണ്ട്. ഞാറ്റുവേലയും സൂര്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അത് ഭൂമിയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നുവെന്നും അത് മലയാളികളെ എങ്ങനെ നെഞ്ചേറ്റുന്നു എന്നും എന്തുകൊണ്ട് നെഞ്ചേറ്റുന്നു എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കൗതുകകരമാണ്. തിരുവാതിര ഞാറ്റുവേല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക മഴയും കൃഷിയുമാണെന്ന് പറഞ്ഞു. തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകളിൽ പ്രധാനവും മഴയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചൊക്കെ തന്നെയാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ തിരുമുറിയാതെ മഴ എന്നാണ് ചൊല്ല്. തിരുമുറിയാതെ മഴ പെയ്യുന്ന കാലമാണ് തിരുവാതിര ഞാറ്റുവേല എന്നർത്ഥം. അതിനൊപ്പം തന്നെ തിരുവാതിരയിൽ 10 മഴ 10 വെയിൽ എന്നും പറയും. 10 മഴയ്ക്കൊപ്പം 10 വെയിലും ഉണ്ടാകുന്നൊരു കാലം. അങ്ങനെയുള്ള ഈ തിരുവാതിര ഞാറ്റുവേലയിൽ തിരുവാതിരയിൽ വിരലൊടിച്ചു കുത്തിയാലും പൊടിക്കും എന്നും പറയും. എന്ത് കൃഷിക്കും പറ്റുന്ന സമയമാണ് വിരലൊടിച്ചു കുത്തിയാലും പൊടിക്കുന്ന കാലം. എന്ത് കമ്പും കുത്താൻ ആവുന്ന കാലം, എന്തു വിത്തും വിതയ്ക്കാവുന്ന കാലം, ഏത് കൃഷിയും നടത്താവുന്ന വേള എന്നൊക്കെയാണ് തിരുവാതിരയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവാതിരയെക്കുറിച്ച് മാത്രമല്ല, മറ്റ് ഞാറ്റുവേലകളെക്കുറിച്ചും നമ്മൾ ഇതുപോലെ ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്, ധാരാളം കൃഷി അറിവുകളുമുണ്ട്. അത് നോക്കുമ്പോൾ
നമ്മൾ ഈ ഞാറ്റുവേലയുടെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞു ഞായറിൻ്റെ വേളയാണ് ഞാറ്റുവേല. എന്താണ് സൂര്യനും ഞാറ്റുവേലയും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മൾ നോക്കണം എന്നും നമ്മൾ പറഞ്ഞു. ആ സൂര്യനും ഞാറ്റുവേലയും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ സമയമാണ് ഞാറ്റുവേല എന്ന് പറഞ്ഞു. അത് സൂര്യൻ്റെ സമയമാകുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഭൂമി സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റുന്ന ഒരു ഗ്രഹമാണ്, നമുക്കറിയാം. അങ്ങനെ ഈ ഭൂമി സ്വയം ചുറ്റിക്കൊണ്ടാണ് സൂര്യനെ ചുറ്റുന്നത്. അത് നമുക്കറിയാം. ഭൂമിക്ക് റൊട്ടേഷനും റെവല്യൂഷനും ഉണ്ട്. സ്വയം ഭ്രമണം ചെയ്യുന്നു, സൂര്യനെ പരിക്രമണം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സൂര്യനെ ഭൂമി ചുറ്റുന്നത് കൊണ്ടാണ് ഭൂമിയിൽ കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാകുന്നത്. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്, നമുക്കറിയാം. സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ്, അത് തന്നെ ദീർഘവൃത്താകൃതിയിൽ ചുറ്റുന്നതുകൊണ്ട്, സൂര്യനെ നേരെ ആകൃതിയിലല്ല ഭൂമി ചുറ്റുന്നത്, ദീർഘവൃത്താകൃതിയിൽ ചുറ്റുന്നതുകൊണ്ട് കൂടിയാണ് ഭൂമിയിൽ വ്യത്യസ്ത കാലാവസ്ഥകൾ ഉണ്ടാകുന്നത്. ആ വ്യത്യസ്ത കാലാവസ്ഥകളാണ് നമ്മൾ ജീവൻ നിലനിർത്തുന്നത് തന്നെ. ഭൂമിയിൽ ഈ ജീവൻ നിലനിർത്തുന്നത് തന്നെ ഈ കാലാവസ്ഥകളാണെന്ന് പറയാം. വേനലും വർഷവും ശൈത്യവും ശിശിരവും എല്ലാം മാറി മാറി വന്ന ആ കാലാവസ്ഥാ മാറ്റം നമുക്ക് തരുന്നത് ഈ ഭൂമിയുടെ സൂര്യനും ചുറ്റുമുള്ള ഈ സഞ്ചാരം തന്നെയാണ്. അങ്ങനെയാണ് സൂര്യൻ്റെ വേള എങ്ങനെ ഞാറ്റുവേലയാകുന്നത് എന്ന് ഇതിലേക്ക് നമുക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഭൂമിയെ സൂര്യനെ ചുറ്റുകയാണെങ്കിലും ഭൂമിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഭൂമി ചുറ്റുന്നതായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നില്ല. പ്രത്യക്ഷത്തിൽ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അത് നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തി പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്, പുറത്തുള്ള മരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മരങ്ങളെല്ലാം പിന്നിലേക്ക് പോകുന്നതായിട്ട് കാണാം. അതുപോലെ ഭൂമിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് സൂര്യൻ ഭൂമിയുടെ പിറകിലേക്ക് പോകുന്നു. ഭൂമി മുന്നോട്ട് പോകുമ്പോൾ സൂര്യൻ പിറകിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നു. ഈ ഭൂമിയുടെ ഈ പരിക്രമണത്തിനിടയിൽ നമുക്ക് തോന്നുന്ന ഈ സൂര്യൻ്റെ സഞ്ചാരമാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മാസങ്ങളും ഞാറ്റുവേലയെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടെ സൂര്യനെ മാത്രമല്ല നമ്മൾ ആശ്രയിക്കുന്ന ഞാറ്റുവേലയ്ക്ക്, സൂര്യനും അപ്പുറത്തുള്ള നക്ഷത്രങ്ങളെ കൂടി നമ്മൾ ഈ ഞാറ്റുവേല കണക്കാക്കുന്നതിന് എടുക്കുന്നു. നമ്മൾ സൗരയൂഥത്തിലാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത്. ഈ ഭൂമിയുടെ ആകാശത്തേക്ക് നോക്കിയാൽ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഭൂമി ചുറ്റുന്ന ഉപഗ്രഹമായ ചന്ദ്രനുണ്ട്, മറ്റ് ഗ്രഹങ്ങളുണ്ട്, ചൊവ്വ ബുധൻ മുതലായ ഗ്രഹങ്ങൾ ധാരാളം ഉണ്ട്. അതിനപ്പുറം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടാനുകോടി നക്ഷത്രങ്ങളും ഉണ്ട്. സൂര്യനും അതിലൊരു നക്ഷത്രമാണ്. പക്ഷേ സൂര്യനും അപ്പുറം ധാരാളം നക്ഷത്രങ്ങളെ നമുക്ക് ആകാശത്ത് കാണുന്നുണ്ട്. നമ്മുടെ ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങളെ കാണുന്നു. ആ നക്ഷത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ നമ്മുടെ ഞാറ്റുവേല കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെ നോക്കാം. ഇവിടെ ഈ നടുവിൽ കാണുന്നതാണ് ഭൂമി. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആകാശപാത, ഈ ആകാശപാത ഒരു ആകാശവൃത്തമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഒരു ആകാശവൃത്തമാണ് നമ്മൾ ചുറ്റിയിരിക്കുന്നത്, ഭൂമിയെ ചുറ്റിയിരിക്കുന്നത്. ഈ ആകാശവൃത്തത്തിലൂടെ സൂര്യനും നക്ഷത്രങ്ങളും നമ്മൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതിനു പുറമെ ഈ നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം അടക്കം അല്പം സ്ഥലം മാറി മാറി ഒരു കൊല്ലം കഴിയുമ്പോൾ പഴയ അവസ്ഥയിലെത്തുന്ന ഒരു ഭൂമിയെ സൂര്യന് ചുറ്റുന്ന ഒരു പരിക്രമണവും ഉണ്ട്. ഇവിടെ ഈ ഭൂമിക്ക് ചുറ്റുമുള്ള ഈ ആകാശവൃത്തത്തെ നമ്മൾ 12 ഭാഗങ്ങളായി വിഭജിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഓരോ ഭാഗവും 30 ഡിഗ്രി, 360 ഡിഗ്രിയാണ് ഒരു വൃത്തം. ഒരു വൃത്തം എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി. ഈ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്തം, ആകാശവൃത്തം 360 ഡിഗ്രി. അതിനെ നമ്മൾ 12 ഭാഗമാകുമ്പോൾ ഓരോ കള്ളിയും 30 ഡിഗ്രി വീതമാകുന്നു. അതിനെയാണ് സോഡിയാക് സൈൻ അഥവാ രാശി എന്ന് പറയുന്നത്. അങ്ങനെ ആകാശത്തെ 12 കഷ്ണങ്ങളായി, 12 ഭാഗങ്ങളായി അഥവാ 12 രാശികളായി വിഭജിക്കുന്നു.
അതിനെ മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നീ 12 പേരിട്ട് വിളിക്കുന്നു. ഈ ഓരോ 30 ഡിഗ്രിയിലും, അത് ഓരോ കള്ളിയും ഓരോ ഭാഗവും 30 ഡിഗ്രി വീതമായിരിക്കും. കാരണം 12 × 30 ആണ് 360 ഡിഗ്രി വരുന്നത്. ഈ ഓരോ 30 ഡിഗ്രിയിലും സൂര്യൻ വരുന്ന കാലം ആണ് ആ മാസം. മേടം എന്ന ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മേടം എന്ന കള്ളിയിൽ ഇത് 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രിയാണ് വൃത്തം. ഒരു വൃത്തം 360 ഡിഗ്രി ആയതുകൊണ്ട് സ്വാഭാവികമായും 0 ഡിഗ്രി മുതൽ ആദ്യത്തെ ഡിഗ്രി 0 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള ഭാഗം മേടം രാശി, 30 മുതൽ 60 വരെയുള്ളത് ഇടവം രാശി. അങ്ങനെ ഈ മേടം എന്ന 30 ഡിഗ്രി എന്ന രാശി ഭാഗത്ത്, ആകാശ വൃത്തത്തിലെ ആ ഭാഗത്ത് സൂര്യൻ വരുന്ന സമയത്തിന് മേടമാസം എന്ന് പറയുന്നു. ഇനി അതിനും അപ്പുറത്ത് ഇതേ 360 ഡിഗ്രിയെ 27 നക്ഷത്രക്കൂട്ടങ്ങൾക്ക് വേണ്ടി വിഭജിച്ചിരിക്കുന്നു. 360 ഡിഗ്രിയെ 27 ഭാഗങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു. അതിൽ ഓരോ ഭാഗത്തെയാണ് ഓരോ നക്ഷത്രം എന്ന് പറയുന്നത്. അത് ഈ 0 ഡിഗ്രിയിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. 0 ഡിഗ്രിയിൽ നിന്ന് മേടം ആരംഭിക്കുന്നു. അങ്ങനെ 30 ഡിഗ്രി എന്നുള്ള 12 മാസങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ 0 ഡിഗ്രിയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന 27 ഭാഗങ്ങൾ ഈ 360 ഡിഗ്രി വൃത്തത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഓരോ ഭാഗത്തിനും 13 ഡിഗ്രി 20 മിനിറ്റാണ് അതിന് വലുപ്പം ഉണ്ടാവുക. ആ 27 ഭാഗമാക്കുമ്പോൾ ഓരോ ഭാഗത്തും 13 ഡിഗ്രി 20 മിനിറ്റ് വലുപ്പം കാണും ഓരോ കള്ളിക്കും. അങ്ങനെ 27 കള്ളികൾ ആകാശ വൃത്തത്തിൽ നമ്മൾ സങ്കല്പിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഓരോ കള്ളിയെയുമാണ് ഓരോ നക്ഷത്രം എന്ന് പറയുന്നത്. അത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം മുതലായ 27 നാളുകളുടെ നക്ഷത്രങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് ആകാശത്ത് അശ്വതി എന്ന പേരിൽ 9 നക്ഷത്രം, അതിൽ 3 നക്ഷത്രമാണ് പ്രധാനം. ആ 3 നക്ഷത്രങ്ങൾ അശ്വം പോലെ, കുതിര പോലെ കാണുന്നൊരു 3-4 നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾ ഉള്ള ഭാഗത്തെയാണ്, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. 0 ഡിഗ്രി അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 ഡിഗ്രി വരെയുള്ള 13 ഡിഗ്രി 20 മിനിറ്റ് വരെയുള്ള ഭാഗം അശ്വതി നക്ഷത്രം. അത് കഴിഞ്ഞ് അടുത്ത 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ ഉള്ള അടുത്ത 13 ഡിഗ്രി 20 മിനിറ്റ് 26-40 വരെയുള്ള ഭാഗം ഭരണി നക്ഷത്രം. ഭരണി ഒരു 3 പ്രധാന നക്ഷത്രങ്ങളാണുള്ളത്. ഭരണി അടുപ്പൻ കല്ല് പോലെ എന്ന് പറയും. അശ്വതി കുതിര പോലെ, ഭരണി അടുപ്പൻ കല്ല് പോലെ 3 നക്ഷത്രങ്ങൾ കാണുന്നു. അങ്ങനെ ആകാശത്തുള്ള കോടാനുകോടി നക്ഷത്രങ്ങളെ 27 ഗ്രൂപ്പുകളായി നമ്മൾ സങ്കല്പിക്കുന്നു, വിഭജിക്കുന്നു. ആ ഓരോ ഗ്രൂപ്പിനാണ് 27 നാളുകളുടെ ഓരോ പേരുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി അങ്ങനെ തുടങ്ങുന്നു. അതിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി കഴിഞ്ഞ് മകീരം കഴിഞ്ഞ് വരുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഈ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഭാഗത്ത് സൂര്യൻ വരുന്ന സമയത്താണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത്. അശ്വതി 0 ഡിഗ്രി മുതൽ 13-20 വരെയുള്ള ഭാഗത്ത് സൂര്യൻ വരുമ്പോൾ അത് അശ്വതി ഞാറ്റുവേല എന്ന് പറയുന്നു. അടുത്ത 13-20 സൂര്യൻ വരുമ്പോൾ ഭരണി ഞാറ്റുവേല എന്ന് പറയുന്നു. അതിനടുത്ത 13-20 സൂര്യൻ വരുമ്പോൾ രോഹിണി ഞാറ്റുവേല എന്ന് പറയുന്നു. അതിനടുത്ത 13 ഡിഗ്രി 20 മിനിറ്റിൽ സൂര്യൻ ആ ഭാഗത്ത് സൂര്യൻ സഞ്ചരിക്കുന്ന കാലം മകീര ഞാറ്റുവേല. അത് കഴിഞ്ഞ്, അതായത് 0 ഡിഗ്രിക്ക് ശേഷം 66 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 80 ഡിഗ്രി വരെയുള്ള ഭാഗത്ത് ആകാശവൃത്തത്തിൽ, നമ്മൾ ഭൂമിയുടെ മുകളിലുള്ള ആകാശവൃത്തത്തിൽ 66, 40 മുതൽ 80 വരെയുള്ള ഡിഗ്രി അളവ് ഭാഗമാണ് തിരുവാതിര നക്ഷത്രം. അത്രയും ഭാഗത്ത് സൂര്യനെ കാണപ്പെടുന്ന സമയമാണ് തിരുവാതിര ഞാറ്റുവേല. അപ്പോൾ നമ്മൾ മാസക്കണക്കിനാണെങ്കിൽ ആദ്യത്തെ 30, രണ്ടാമത്തെ 30 കഴിഞ്ഞ് മൂന്നാമത്തെ 30 മേടം, ഇടവം കഴിഞ്ഞ് മിഥുന മാസമാണത്. മിഥുന മാസത്തിലാണ് തിരുവാതിര നക്ഷത്രം വരിക, തിരുവാതിര ഞാറ്റുവേല വരിക. അതായത് അശ്വതിയും ഭരണിയും കാർത്തിക ഞാറ്റുവേലയുടെ കാൽഭാഗവും മേടമാസത്തിൽ ആദ്യത്തെ 30 ഡിഗ്രിയിൽ കഴിയും. പിന്നെ അടുത്ത 30 ഡിഗ്രിയായ ഇടവമാസത്തിൽ കാർത്തിക ഞാറ്റുവേലയുടെ 3/4 ഭാഗവും രോഹിണിയും മകീര ഞാറ്റുവേലയുടെ പകുതിയും കഴിയും. അതിനടുത്ത ഞാറ്റുവേലയായ അടുത്ത മാസമായ മിഥുനമാസത്തിൽ മേടമാസം, ഇടവമാസം കഴിഞ്ഞ് 30 ഡിഗ്രി കഴിഞ്ഞാൽ മൂന്നാമത്തെ 30 ഡിഗ്രി 60 മുതൽ 90 ഡിഗ്രി വരെയുള്ള മിഥുനമാസത്തിൽ, ആ കാലമാണ് മിഥുനമാസം. മിഥുനം എന്നുള്ള രാശിയുടെ മുകളിൽ സൂര്യൻ വരുന്ന സമയം. ആ മിഥുനമാസത്തിലെ മകീരം ഞാറ്റുവേലയുടെ പകുതി ഉണ്ട്. അത് കഴിഞ്ഞ് തിരുവാതിര ഞാറ്റുവേല പൂർണ്ണമായിട്ടും വരുന്നു, പുണർദം ഞാറ്റുവേലയുടെ 3/4 ഭാഗം വരുന്നു. അങ്ങനെ ഓരോ മാസത്തിലും 2.25 ഞാറ്റുവേല വീതം വരും. ആ രീതിയിലാണ്
360 വിഭജിച്ചിരിക്കുന്നത്. അങ്ങനെ മിഥുനം എന്ന മാസത്തിൽ രാശിക്കള്ളിയിൽ 12 ബാധിച്ച മിഥുനം എന്ന കള്ളിക്ക് മീതെ സൂര്യൻ വരുമ്പോൾ അത് മിഥുനമാസമാകുന്നു. ആ മിഥുനമാസത്തിൽ തന്നെ 66°40' മുതൽ 80° വരെയുള്ള ഭാഗത്ത്, അതാണ് തിരുവാതിര നക്ഷത്രം എന്ന ഭാഗം, ആ ഭാഗത്ത് സൂര്യൻ നിൽക്കുമ്പോൾ തിരുവാതിര ഞാറ്റുവേലയുമാകുന്നു. അപ്പോൾ തിരുവാതിര ഞാറ്റുവേല എല്ലായ്പ്പോഴും മിഥുനമാസത്തിലേ വരികയുള്ളൂ. അത് മിഥുനമാസത്തിലാണ് തിരുവാതിര ഞാറ്റുവേല വരുന്ന അർത്ഥം. അങ്ങനെ എല്ലാ മിഥുനമാസത്തിലും മകീര ഞാറ്റുവേലയുടെ പകുതി കഴിയും. ഇതിൽ ഓരോ ഞാറ്റുവേലയും ഈ 13°20' അശ്വതി ഞാറ്റുവേല 13°20' ആണെന്ന് പറഞ്ഞു. ഓരോ 27 ഭാഗങ്ങൾ, ഓരോ ഭാഗത്തിൻ്റെ അളവ് 20, 13, 20 അപ്പോൾ 13°20' എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 13-13.5 ദിവസത്തോളമാണ് ഓരോ ഞാറ്റുവേലയുടെയും ദൈർഘ്യം. അപ്പോൾ അശ്വതി ഞാറ്റുവേല 13-20 മുതൽ 13-14 ദിവസം നീണ്ടു നിൽക്കും. അങ്ങനെ ഓരോ ഞാറ്റുവേലയും 13.5-14 ദിവസമാണ് നീണ്ടു നിൽക്കുക. പക്ഷേ തിരുവാതിര ഞാറ്റുവേലയുടെ കാര്യത്തിൽ 15 ദിവസം വരെ നീണ്ടു നിൽക്കാം. കാരണം ഒരു കൊല്ലം 365 ദിവസം കൊണ്ടാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത്. ആ 365 ദിവസത്തെ നമ്മൾ 360° ആയിട്ട് സങ്കല്പിക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്ന ചെറിയ വ്യത്യാസമാണ് ഈ ചില മാസങ്ങൾക്ക് 31 ഒക്കെ ആക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ തിരുവാതിര ഞാറ്റുവേല, സാധാരണ ഞാറ്റുവേലകൾ 13-14 ദിവസമാണെങ്കിൽ തിരുവാതിര ഞാറ്റുവേല അത് 15 ദിവസം വരെ വരാം. അതാണ് ഇത്തവണ ജൂൺ 22 തുടങ്ങി ജൂലൈ 6 തിരുവാതിര ഞാറ്റുവേല അവസാനിക്കുന്നത്. 15-ാം ദിവസമാണ് അവസാനിക്കുന്നത്. അങ്ങനെ ഈ തിരുവാതിര ഞാറ്റുവേല മിഥുനമാസത്തിൽ വരുന്നു. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കൗതുകകരമായ കാര്യം, ഞാറ്റുവേല കിളിയെ നീ പാട്ടുപാടി വരുമോ എന്ന പാട്ട് ONV കുറുപ്പ് എഴുതിയ ആ ഗാനം മിഥുനം എന്ന സിനിമയിലേതാണ് എന്ന് കൂടി ഓർക്കണം. അത് കൗതുകകരമാണ്. യാദൃച്ഛികമാണെങ്കിൽ പോലും കൗതുകകരമാണ്. ഏതായാലും മിഥുനത്തിലെ ഞാറ്റുവേല കിളി വരുള്ളൂ. മിഥുനം എന്ന സിനിമയിലെ ഞാറ്റുവേല കിളിയെ നീ പാട്ടുപാടി വരുമോ എന്നുള്ള പാട്ട് ഉണ്ടാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മിഥുനമാസത്തിൽ മാത്രമേ തിരുവാതിര ഞാറ്റുവേല വരൂ. അത് സിനിമാ പേര് മിഥുനം എന്നായത് യാദൃച്ഛികം. ഏതായാലും നമുക്കിവിടെ മിഥുനം എന്ന 30°യിൽ വരുന്ന 66-40 മുതൽ 80 വരെയുള്ള ആ സമയമാണ് തിരുവാതിര ഞാറ്റുവേല. അപ്പോൾ സൂര്യൻ ഈ ഭാഗത്ത് നിൽക്കുന്ന വേള, അതുകൊണ്ടാണ് ഞായറിൻ്റെ വേള ഞാറ്റുവേലയാവുന്നത്. തിരുവാതിര എന്ന നക്ഷത്രഭാഗത്ത് ഞായർ വരുന്ന വേള എന്നർത്ഥത്തിൽ തിരുവാതിര ഞാറ്റുവേല എന്നും വരുന്നു. അങ്ങനെ ഞാറ്റുവേല എങ്ങനെ ഞായറിൻ്റെ വേളയാകുന്നു അഥവാ സൂര്യൻ്റെ സമയമാകുന്നു എന്ന് നമ്മൾ കണ്ടു. ഓരോ നാളിൻ്റെ നേരെ സൂര്യൻ വരുന്ന സമയമാണ് ആ ഞാറ്റുവേല എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ തിരുവാതിര നക്ഷത്രത്തിൻ്റെ നേർക്ക് സൂര്യൻ കാണപ്പെടുന്ന ദിവസങ്ങളാണ്, ആ 15 ദിവസങ്ങളാണ് ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല. ഇനി ഈ ഓരോ ഞാറ്റുവേലയ്ക്കും മഴയുമായും കൃഷിയുമായും എന്തു ബന്ധം എന്നൊന്ന് മനസ്സിലാക്കാം. അതിന് നമ്മുടെ പഴഞ്ചൊല്ലുകളിലേക്ക് തന്നെ മടങ്ങിയാൽ മതി. ഓരോ ഞാറ്റുവേലയെക്കുറിച്ചും ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്. അതിനോർമ്മ കൃഷിഗീത എന്ന നമ്മുടെ ഒരു പുസ്തകമുണ്ട്. പഴയകാലത്ത് കൃഷി രീതികൾ, കൃഷി സംബന്ധിച്ച നാട്ടറിവുകൾ ഏകോപിപ്പിച്ച് തയ്യാറാക്കിയ കൃഷിഗീത എന്ന കൃഷി നാട്ടറിവ് പുസ്തകം. ആ കൃഷി നാട്ടറിവ് പുസ്തകമായ കൃഷിഗീതയിലും തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ചും മറ്റും പറയുന്നു. ഈ അശ്വതി ഞാറ്റുവേല ആണ് മേടമാസം തുടങ്ങുന്നത്. വർഷാരംഭം പൂജ്യഡിഗ്രിയിൽ തുടങ്ങുന്ന അശ്വതി ഞാറ്റുവേലയാണ്. അശ്വതി ഞാറ്റുവേല ആരംഭിക്കുന്ന മേടം 1 വിഷുവാണ്. ആ അശ്വതി ഞാറ്റുവേലയിൽ ചാലിടണം എന്ന് പറയും. അഥവാ കൃഷി പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കേണ്ട സമയമാണ് അശ്വതി ഞാറ്റുവേല. ചാലിടലും അനുബന്ധ പ്രവർത്തനങ്ങളും അശ്വതി ഞാറ്റുവേലയിൽ തുടങ്ങും. അത് കഴിഞ്ഞാൽ അടുത്ത ഭരണി ഞാറ്റുവേല. അത് സംബന്ധിച്ച് പഴഞ്ചൊല്ല് വിത്ത് ഭരണിയിലിടണം എന്നാണ്. വിത്ത് ഭരണിയിലിടണം എന്നത് പഴഞ്ചൊല്ലാണ്. ഭരണി ഞാറ്റുവേല സമയത്ത് വിത്തിറക്കേണ്ട സമയമാണ്. അടുത്ത കാർത്തിക ഞാറ്റുവേല സംബന്ധിച്ച പഴഞ്ചൊല്ല് കാർത്തികക്കാലിൽ കാക്കക്കാൽ നനഞ്ഞാൽ മുക്കാലിൽ മുക്കും എന്നാണ്. കാർത്തികക്കാലിൽ കാക്കക്കാൽ നനഞ്ഞാൽ മുക്കാലിൽ മുക്കും. കാർത്തികക്കാൽ എന്ന് പറയുമ്പോൾ മേടമാസത്തിൽ വരുന്ന കാർത്തിക ഞാറ്റുവേലയുടെ ഭാഗമാണ്. അശ്വതിയും ഭരണിയും പൂർണ്ണമായും മേടമാസത്തിൽ വരുന്നു. അതിനുശേഷം വരുന്ന കാൽഭാഗം ആണ് കാർത്തിക ഞാറ്റുവേല. അങ്ങനെ ആ മേടമാസത്തിൽ വരുന്ന കാർത്തിക കാൽ ഭാഗത്തിൽ ഞാറ്റുവേല സമയത്ത് കാർത്തികക്കാലിൽ കാക്കക്കാൽ നനഞ്ഞാൽ മുക്കാൽ മുക്കുന്നാണ്.
മേടമാസത്തിലെ കാർത്തിക കാൽഭാഗത്ത് ഞാറ്റുവേലയിൽ കാക്കക്കാലെങ്കിലും നനയുകയാണെങ്കിൽ ഇടവമാസത്തിൽ വരുന്ന ആദ്യ ഭാഗത്ത് നല്ല മഴ കിട്ടും എന്നാണ് ആ ചൊല്ലിൻ്റെ അടിസ്ഥാനം. മഴയെ സംബന്ധിച്ചാണ് ആ ചൊല്ല്. രോഹിണി ഞാറ്റുവേലയെക്കുറിച്ച് പറയുന്ന ചൊല്ല് രോഹിണിക്കപ്പുറം വിത വേണ്ട എന്നാണ്. രോഹിണിക്കപ്പുറം വിത വേണ്ട. വിതയ്ക്കുന്നത് രോഹിണിക്ക് മുമ്പ് രോഹിണിയിലെങ്കിലും ആവണം. രോഹിണി കഴിഞ്ഞും വിത നടത്തരുത്, കാരണം അപ്പോഴേ മഴക്കാലം ആവുകയാണ്. ഇനി മകയിരം ഞാറ്റുവേല, മകയിരം മതിച്ചു പെയ്യും എന്നാണ്. മകയിരം ഞാറ്റുവേലയെക്കുറിച്ച് ചൊല്ല് മഴയെക്കുറിച്ച് തന്നെയാണ്. മകയിരം മതിച്ചു പെയ്യും. മകയിരം ഞാറ്റുവേല മതിച്ചു പെയ്യുന്ന ഞാറ്റുവേലയാണ്. ഇത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ പഴഞ്ചൊല്ലുകളും ഈ ഞാറ്റുവേലകളും എല്ലാം വരുന്നത്. ഇടവപ്പാതിക്കാണ് മഴ പെയ്യുന്നത്. ഇടവപ്പാതി, തിരുവാതിര ഞാറ്റുവേല, ഈ രണ്ട് വാക്കുകളാണ് മലയാളി ഇന്നും ഗൃഹാതുര സ്മരണകളോടെ നെഞ്ചേറ്റുന്നത്. ആ ഇടവപ്പാതി ജൂൺ 1 വരുന്നതാണ് ഇടവമാസത്തിൻ്റെ പകുതി. ഇപ്പോഴും ജൂൺ 1 കാലവർഷം ആരംഭിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന കാലവർഷം ആരംഭിക്കുന്നത് ജൂൺ 1 ഇടവപ്പാതിക്കാണ്. ഇടവപ്പാതി ഇടവ 15, 16, 17 ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് വരുന്നതെന്നർത്ഥം. ഏതായാലും ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും അറബിക്കടലിൽ നിന്നുമായി തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് വരുന്ന കാലവർഷക്കാറ്റ് കേരളത്തിലേക്ക് കടന്ന് പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി കുറേ മഴ കേരളത്തിൽ ലഭിക്കുന്നു. അതാണ് കേരളത്തിൻ്റെ വരദാനം കാലവർഷം എന്ന് പറയുന്നത്. അത് കടന്ന് പശ്ചിമഘട്ടം കടന്ന് വടക്കോട്ട് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പോകുന്നു. അതിൻ്റെ തിരിച്ചുവരവാണ് വടക്ക് കിഴക്കൻ മൺസൂണായിട്ട് തുലാവർഷമായിട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ മകയിരം മതിച്ചു പെയ്യും എന്ന് പറയുന്നത് കാർത്തിക മുക്കാലും ഇടവമാസത്തിൽ കഴിഞ്ഞാൽ കാർത്തിക മുക്കാലും മകയിരവും, കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൽ അരയുമാണ് ഇടവമാസത്തിൽ വരുന്നത്. ആ മകയിരത്തിൽ അര ഇടവമാസത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന മകയിരത്തിൽ അരയും മിഥുനമാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന മകയിരത്തിൽ അരയും ചേർന്ന മകയിരം ഞാറ്റുവേല മതിച്ചു പെയ്യുമെന്നാണ് പഴഞ്ചൊല്ല്. മകയിരം ഞാറ്റുവേലയിൽ വളരെ ശക്തമായ മഴ കിട്ടും. കാലവർഷത്തിൻ്റെ മഴ തന്നെയാണത്. അത് കഴിഞ്ഞ് തിരുവാതിര ഞാറ്റുവേല. മകയിരം ഞാറ്റുവേല കഴിഞ്ഞാൽ മിഥുനമാസം ആദ്യ ദിവസങ്ങളായിട്ട് 8-ാം തീയതിയോടെ ആയിട്ട് 6-ാം തീയതി 7-ാം തീയതിയോടെ ആയിട്ട് വരുന്നു തിരുവാതിര ഞാറ്റുവേല. ആ തിരുവാതിര ഞാറ്റുവേലയിൽ തിരിമുറിയാതെ മഴയാണ്. ശക്തമായ മഴ കിട്ടുന്ന സമയമാണ് തിരുവാതിര ഞാറ്റുവേല. തിരുവാതിര ഞാറ്റുവേലയിൽ 10 മഴയും 10 വെയിലും ഉണ്ടെന്ന് പറഞ്ഞു. ആ മഴയ്ക്കൊപ്പം ഇടയ്ക്ക് വെയിലും കിട്ടുന്നു തിരുവാതിര ഞാറ്റുവേലയിൽ. ആ തിരുവാതിരയിലാണ് കൃഷിയെ സംബന്ധിച്ച് പറയുന്നത്. തിരുവാതിരയിൽ വിരലൊടിച്ചു കുത്തിയാലും പൊടിക്കുമെന്ന്. എന്തും ഒടിച്ചു കുത്താവുന്ന സമയമാണ് തിരുവാതിര ഞാറ്റുവേല. അത് കഴിഞ്ഞ് പുണർദത്തിൽ പുകഞ്ഞ മഴ. പുണർദ ഞാറ്റുവേലയിൽ പുകഞ്ഞ മഴയാണ്. പുണർദം പൂഴി തെറിപ്പിക്കുമെന്നും ചൊല്ലുണ്ട്. അത്രയ്ക്കും മഴയായിരിക്കും പുണർദ ഞാറ്റുവേലയിൽ. അങ്ങനെ അത് അടുത്ത പൂയൻ ഞാറ്റുവേലയിൽ പുല്ലും പൂവണിയും എന്ന്. പൂയൻ ഞാറ്റുവേല ആകുമ്പോഴേക്കും കർക്കിടക മാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴേക്കും പുല്ലും പൂവണിയുന്ന കാലമാണ്. അങ്ങനെ ഈ ഞാറ്റുവേലകൾ ഓരോന്നോരോന്നായി കണ്ടെത്തി ആ ഓരോ ഞാറ്റുവേലയിലും പ്രകൃതിയിൽ വരുന്ന പ്രകൃതിയുടെ ഭാവവ്യത്യാസങ്ങളാണ് പഴഞ്ചൊല്ലുകളായിട്ട് പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഈ തിരുവാതിര ഞാറ്റുവേല, ഈ ഓരോ ഞാറ്റുവേലയിലും എന്തെല്ലാം കൃഷി ഇറക്കണം എന്നുവരെ നമ്മുടെ പഴമക്കാർ പഠിപ്പിച്ചിട്ടുണ്ട്. തിരുവാതിര ഞാറ്റുവേലയിൽ കുരുമുളകിന് ഏറ്റവും പറ്റിയ സമയമാണ്. കുരുമുളക് കൃഷി ആരംഭിക്കാൻ, കുരുമുളക് കൊടി നടാൻ ഏറ്റവും പറ്റിയ സമയമാണെന്ന് കൃഷിഗീതയിലും പറയുന്നുണ്ട്. തിരുവാതിര ഞാറ്റുനില തന്നിൽ ഒരുമ്പെട്ടു നടയണം മുളകുകൾ എന്നാണ് കൃഷിഗീതയിൽ അതേക്കുറിച്ച് പറയുന്നത്. തിരുവാതിര അവിടെ ഞാറ്റുവേല എന്നുള്ളതിന് ഞാറ്റുനില എന്നാണ് കൃഷിഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാറ്റുനില എന്നും ഞാറ്റുവേലയ്ക്ക് പറയും. അങ്ങനെ അവിടെ ഒരുമ്പെട്ടു നടയണം മുളകുകൾ. മുളക് നടുന്ന കാര്യം, കുരുമുളക് തന്നെ, കുരുമുളക് കൂടി നടുന്ന കാര്യമാണ് പറയുന്നത്. തിരുവാതിര ഞാറ്റുവേലയിൽ ഏറ്റവും ഫലപ്രദമായിരിക്കും കുരുമുളക് കൃഷിക്ക്. അതുപോലെ തെങ്ങും തൈ വയ്ക്കാനും എല്ലാം ഏറ്റവും നല്ലത് ആണ് കുരുമുളക്. പിന്നെ ഒടിച്ചു കുത്തുന്ന എന്തും, വിരലൊടിച്ചു കുത്തിയാലും പൊടിക്കും എന്നുള്ള ചൊല്ല് സാർത്ഥകമാക്കുന്നതാണ്. ഒടിച്ചു കുത്തുന്ന എന്തും, കൊമ്പിടിച്ചു കുത്തുന്നത് എന്തും നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പഴഞ്ചൊല്ലുകളിലും കൃഷിഗീത പോലെയുള്ള കൃഷി നാട്ടറിവുകളിലും പറയുന്നു. അങ്ങനെ ഈ ഞാറ്റുവേലകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലുള്ള നാട്ടറിവുകൾ തന്നെയാണ് ഞാറ്റുവേലകളിൽ കിട്ടുന്നത്. ഈ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് കുരുമുളകിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട് ഒരു ചരിത്ര കഥ കൂടിയുണ്ട്. അതിങ്ങനെയാണ്. നമ്മുടെ സാമൂതിരി രാജാവ്
കോഴിക്കോട് ഭരിച്ചിരുന്ന കാലം. ആ കാലത്താണ് വാസ്കോഡ് ഗാമ പോർച്ചുഗീസ് സംഘവുമായിട്ട് വാസ്കോഡ് ഗാമ വന്നു. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുറേയേറെ കുരുമുളകിൻ്റെ കൊടികൾ ചോദിച്ചു. കുരുമുളക് അവരുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കുരുമുളക് കൊടികളും ചോദിച്ചു. സാമൂതിരി അനുവദിച്ചു. ഇഷ്ടംപോലെ കുരുമുളക് കൊടി കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തു. ഇതറിഞ്ഞ സാമൂതിരിയുടെ മന്ത്രി മങ്ങാട്ടച്ചൻ സാമൂതിരിയോട് രഹസ്യമായി പറഞ്ഞു, നമ്മളിങ്ങനെ കുരുമുളക് കൊടികളെല്ലാം ഈ പോർച്ചുഗീസുകാർക്ക് കൊടുത്താൽ, പറങ്കികൾ കൊടുത്താൽ നമ്മുടെ കുരുമുളക് കുറ്റിയേറ്റ് പോകുന്നു മാത്രമല്ല, അവരവിടെ സമൃദ്ധമാക്കി നമ്മുടെ ഈ കുരുമുളക് കൃഷി എന്നുള്ള നമ്മുടെ നേട്ടം ഇല്ലാതാക്കുമല്ലോ എന്ന് സാമൂതിരിയോട് മങ്ങാട്ടച്ചൻ പറഞ്ഞു. അപ്പോൾ അതിന് സാമൂതിരി പറഞ്ഞ മറുപടിയാണ് അറിയേണ്ടത്. അവർ കൊടിയല്ലേ കൊണ്ടുപോകുള്ളൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകില്ലല്ലോ എന്നായിരുന്നു സാമൂതിരി മങ്ങാട്ടച്ചനോട് പറഞ്ഞത്. ഈ തിരുവാതിര ഞാറ്റുവേല എന്ന ഈ അനുഗ്രഹമാണ് കേരളത്തിൻ്റെ വരദാനം എന്നർത്ഥം. ആ തിരുവാതിര ഞാറ്റുവേലയിലെ കുരുമുളക് വേണ്ടത്ര നട്ട് വളർത്താൻ കഴിയൂ എന്നുള്ള സൂചന കൂടി ആ ചരിത്രകഥയിലുണ്ട്. ഏതായാലും ഈ തിരുവാതിര ഞാറ്റുവേല തെങ്ങിൻ തൈ വയ്ക്കാനും കുരുമുളക് കൂടി വയ്ക്കാനും ഒടിച്ചു കുത്തുന്ന എന്തും കൃഷി ആരംഭിക്കാനും എല്ലാം ഏറ്റവും പറ്റിയ സമയമാണെന്ന് നമ്മളെ പഴമക്കാർ നാട്ടറിവുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഓരോ ഞാറ്റുവേലയ്ക്കും അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ ഞാറ്റുവേലയിലും എന്തെല്ലാം കൃഷി ചെയ്യണം, ഏതെല്ലാം സമയത്ത് എന്തെല്ലാം കൃഷികളാണ് ചെയ്യേണ്ടത്, ഇറക്കേണ്ടതാണ്, കിഴങ്ങ് വർഗ്ഗങ്ങളായാലും പയർ വർഗ്ഗങ്ങളായാലും മറ്റ് ഫലവൃക്ഷ വർഗ്ഗങ്ങളായാലും ഏതെല്ലാം കൃഷികൾ ഏതെല്ലാം സമയത്ത് ഞാറ്റുവേല ആരംഭിക്കണമെന്ന് നമ്മുടെ പഴമക്കാർ നാട്ടുകാരെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അങ്ങനെ ഈ തിരുവാതിര ഞാറ്റുവേല നമുക്കിവിടെ സമാഗതമായിരിക്കുകയാണ്. ഈ ഞാറ്റുവേല നമുക്ക് മണ്ണിൻ്റെ മണമുള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.